അപ്പം എനിക്ക് 3 കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ INIക്ക് നെഗറ്റീവ് മാർക്കിംഗ് കുറച്ച് കൂടുതലാണ്, അപ്പാരന്റ്ലി കുറച്ച് കൂടുതലാണ്. നീറ്റ് പോലെയല്ല, 1/3 ആണ് വരുന്നത്. സോ കുറച്ച് അത്ര അഗ്രസീവായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണ്ട. ഒരു ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒട്ടും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നത്തിങ് റോങ് ഇൻ ലീവിങ് ദാറ്റ് ആൻസർ. പിന്നെ നമുക്ക് വേറൊന്നുള്ളത് സമയം എന്ന് പറയുന്നത് ഇപ്പൊ 4 ബ്ലോക്ക് ആയിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അപ്പൊ നമ്മളൊരു 40 മിനിറ്റ്സിൽ 45 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പോലെ ആയിരിക്കും എന്ന് തോന്നുന്നു. സോ എനിവേ നമ്മളൊരു 10 മിനിറ്റ് ആവുമ്പോൾ ഒരു 12 ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടില്ലേ എന്നുള്ളതൊന്ന് അഷ്യൂർ ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്ത് പോവാം. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉള്ളത്, there are chances that you will get a lengthy question. ഇപ്പൊ ലെങ്തി ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിക്കേണ്ട. ഡോണ്ട് ഗെറ്റ് പാനിക്. ആദ്യം ലാസ്റ്റ് ലൈൻ വായിക്കാം. ലാസ്റ്റ് ലൈൻ വായിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഒന്ന് നോക്കുക, എന്നിട്ട് ആൻസർ മാർക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, എപ്പോഴും ബെസ്റ്റ് ആൻസർ ഉണ്ടാവും. എല്ലാ ഓപ്ഷൻസും വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം. മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ളത് യൂഷ്വലി അത് അവർ കൺസിഡർ ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മാർക്ക് ഫോർ റിവ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് അത് സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ INIയിൽ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യേണ്ടത്, ഇന്നൊക്കെ നമ്മൾ ഭയങ്കര ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പീഡിയാട്രിക്സ്, ജനറൽ പാത്ത്, ജനറൽ സർജറി, ഓപ്സ് ഗൈനി, വെരി വെരി ഇമ്പോർട്ടന്റ്. പിന്നെ നമുക്ക് ഹൈ സ്ട്രൈക്കിംഗ് റേറ്റ് ഉള്ള ആൾക്കാർ, ENT, അനാറ്റമി, ഹെഡ് ആൻഡ് നെക്ക്, ഇതൊക്കെയാണ്. PYQs നിങ്ങൾ ഓൾറെഡി ചെയ്ത് അത് ഫെമിലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം സിമിലർ ക്വസ്റ്റ്യൻ കണ്ടാലും മേക്ക് ഷുവർ ദാറ്റ് യു ആർ റീഡിംഗ് ദി ക്വസ്റ്റ്യൻ തെറോലി ആൻഡ് ദെൻ ഓൺലി യു ആർ ആൻസറിങ്. ടൈം ബൗണ്ട് ആയിട്ട് പോവാം. നിങ്ങൾക്ക് ലോജിക്കലി എന്താണോ മോർ ഫീസിബിൾ ആയിട്ടുള്ളത് അത് ചെയ്യാം. ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്, ഗട്ട് ഫീലിംഗ് വരുന്നത് മാർക്ക് ചെയ്യുക. അത് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കി INI അല്ലേ, അവര് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മളായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അത്രയ്ക്ക് സംഭവം ആയിരിക്കില്ല. പിന്നെ ഓഫ് കോഴ്സ് പുതിയ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും, പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി ആലോചിച്ച് പാനിക് ആവണ്ട, കാര്യങ്ങൾ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ബീങ് ആൻ ഹൗസ് സർജൻ, ബീങ് എ ഇന്റേൺ, അല്ലെങ്കിൽ ബീങ് എ ഫൈനൽ ഇയർ സ്റ്റുഡന്റ്, നിങ്ങൾ എന്തൊക്കെയാണോ കണ്ടിട്ടുള്ളത് എന്ന് വിചാരിച്ചു അതൊക്കെ ആലോചിച്ച് ചെയ്യുക. We all are with you. You have prepared well, and this is just an exam. Enjoy it. Do your best. Give your best shot for the exam. All the very best.